നീ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? എന്തിനായിരുന്നു? കുത്തുകേസ്. ഇപ്പോഴോ? അത് തന്നെ. അപ്പൊ നിനക്കിതൊരു സ്ഥിരം തൊഴിലാണല്ലേ? കുത്തും വെട്ടൊക്കെ കൈ വെച്ചാ മതി. ഇവിടെ കിടന്ന് വാല് പൊക്കിയാലുണ്ടല്ലോ, ഇടിച്ച് അസ്ഥിയാൻ ഇളക്കും. മര്യാദയ്ക്ക് നടന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾക്ക് അത്രയും പണി കുറഞ്ഞിരിക്കും. വേഷം കെട്ട് വല്ലത് ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ അതും കളഞ്ഞേക്ക്. അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ് പോകുമ്പോ കയ്യും കാലവും നേരെ ചൊവ്വേ കാണില്ല. ഫയലെവിടെ? 914 പാവുണ്ണി മോഷണം. 915 ഉണ്ണികൃഷ്ണൻ. ഓഹോ, കൊലക്കേസാണല്ലേ? PSC ബോട്ടണി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ. നീ വലിയ ഡിഗ്രിക്കാരാണല്ലേടാ. കൊള്ളാം. പോറി പാറ പൊട്ടിക്കുമ്പോ ഒരു ഡിഗ്രിയുടെ ബലമുള്ളത് നല്ലതാ. വെയിലിന്റെ ചൂടറിയില്ല. 916 മുകുന്ദൻ. 917 രാമദാസ് പോക്കറ്റടി. കേശവൻകുട്ടി, ഇവന്മാരെ 4നെയും ബിയിലിട്ടേര്. ശരി സാർ. ഇവനെ ഈ വിദ്യാസമ്പന്നനെ സിയിലും. നാളെ കാലത്ത് മുതൽ പണിക്ക് പോണം. ഇപ്പൊ സെല്ലിലേക്ക് വെക്കൂ. പിന്നെ ഒരു കാര്യം, ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നാലും അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇവിടെ നിന്റെയൊക്കെ പേര് പോലും ആർക്കും ആവശ്യമില്ല. ഈ മതിൽക്കെട്ടിനകത്ത് ഞാൻ പറയുന്നതാണ് നിയമം. ചൊല്ലുവിളിക്ക് നിന്നാൽ പിഴച്ചു പോവാം. ഓർത്തോ? ഇതാണ് നിന്റെ ബെറ്റ്. ജയിലർ സാറ് പറഞ്ഞൊക്കെ ശരിക്കാട്ടല്ലോ. മര്യാദയ്ക്ക് നടന്നോ? വന്ന് സർക്കാർ ആശുപത്രിയുടെ കണക്കായി ഇപ്പൊ ജയിലും. കട്ടിലൊഴിയുന്നതിന് മുമ്പ് അടുത്ത പാർട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, മിനിഞ്ഞാന്നേ ഒരുത്തം പോയുള്ളൂ, അപ്പോഴേക്ക് എത്തി. ഒന്ന് എഴുന്നേറ്റ് അവിടെ ഒന്ന് നിന്നേ. ഞങ്ങൾ തന്നെ ഒന്ന് ശരിക്കും കാണട്ടെ. രാമുവേ, കണ്ടിട്ട് കുറച്ച് കൊള്ളാവുന്നിടത്താണെന്ന് തോന്നുന്നു. എന്താശാനെ പേര്? ഉണ്ണികൃഷ്ണൻ. എന്താ വകുപ്പ്? വായി നാക്കില്ലേ ചോദിച്ചു ഉത്തരം പറയാൻ? കൊല്ലങ്ങൾ കുറയാത്ത കഴിയേണ്ടതാ. കൊമ്പൊന്നും എടുക്കണ്ട. എന്തോന്നിലായിരുന്നു? രാഷ്ട്രീയമോ അതോ പെണ്ണുകേസോ? വല്ല പൂർവ്വ വൈരാഗ്യമോ കുടുംബ വഴക്കോ അതിർത്തി തർക്കമോ വല്ലതൊക്കെ ആയിരിക്കും. ആരറിഞ്ഞു? ആരെയാ തട്ടിയത്?
ഒരു പോലീസുകാരനെ ഓടാശാനെ കയ്യ് ഹ, വന്ന് കയറുമ്പോഴത്തേക്കും ഒരുത്തനായിട്ട് എറിഞ്ഞ് വാട്ടുന്നതിനും കൊണ്ട് ഒരു അതിര് മതിയടാ ശാവികളെ. നീ ഇതൊന്നും കാര്യമാക്കണ്ട കൊച്ചനെ. വർത്തമാനത്തിൽ നല്ലപ്പ കാണുമ്പോഴുള്ള ചൊറിച്ചിലേ ഉള്ളൂ ഇവന്മാർക്ക്. പാവത്തുങ്ങളാ. ആ നിന്റെ കടക്കാരോട് നീ പുറത്തതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും നീ പൊറുക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വന്നേക്ക് നിനക്കുള്ളതാകുന്നു എന്നതുകൊണ്ട് തിന്മവിട്ടവനിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ആമീ. ഗുരുവായൂരപ്പാ, എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. അമ്മേ നാരായണ. ഇരുട്ട് വീണതേ അപ്പ തുടങ്ങും പിന്നെ മുഖം വീങ്ങാൻ. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3 ആയുള്ളൂ. ഈ പരുവത്തിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ പൊറുതികേട് ജോസഫ് ചേട്ടന് മനസ്സിലാകുകയല്ല. ഇത് പ്രായം കിളുന്താ. നിന്റെ പെണ്ണും പിള്ള ഇപ്പൊ കിടന്ന് കാണുമോടാ രാമുവേ. നീ പടർന്നു പോകട്ടടാ രാമു. ഈ കൊച്ചു ലോകത്തിലും തെറ്റും കുറ്റവും നമുക്ക് ക്ഷമിക്കാൻ ഒക്കത്തില്ല. ആകെ കൂടെ പറ്റണ ഇങ്ങനത്തെ കൊച്ചു തമാശകളാ. നീ അങ്ങ് ക്ഷമിക്കേ. ആ എടാ റഷീദേ, ഓ എന്റെ തങ്കക്കുടമേ, നേരത്തെ കിടന്നുറങ്ങി കളയല്ലേ മക്കളെ. സംഗതിയൊക്കെ കൊള്ളാം. ബാക്കിയുള്ളവർക്ക് കൂടെ കിടന്ന് ഉറങ്ങണം. പറഞ്ഞേക്കാം. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. അച്ഛൻ കാവില് പോയാല് അമ്മ വിരുന്ന് പോയാല്, അച്ഛൻ കാവില് പോയാല് അമ്മ വിരുന്ന് പോയാല്, ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. ഒരുപാട് ദൂരേന്ന് പറയാ സാറേ. രാവിലെ ബസ്സേ കയറിയതാ. 1 മിനിറ്റ് എന്റെ മകനെ ഒന്ന് കാണാൻ അനുവദിക്കണം. അവന്റെ ഭാര്യ തീരെ പാടില്ലാതെ കിടക്കുക. ഇന്നോ നാളെ ഒന്ന് അറിയാണ്ട് 1 മിനിറ്റ് മതി സാറേ. 614. ആ സീല് രാഘവൻ എവിടെ ഇന്ന്? പുള്ളി ഇന്ന് കോറി പോയിട്ടില്ല. ജയിലർ സാറിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നു. ഇപ്പൊ അവിടെ പോയി ആര് വിളിച്ചുകൊണ്ടുവരാനാ? പോരാത്തതിന് അധികം പെണ്ണുമ്പിള്ളയുടെ മോന്തി കാണണം. തള്ള ഇപ്പൊ പറ്റത്തില്ല. പോയിട്ട് പിന്നെ അങ്ങനെ വാ. രാഘവേട്ടനെ ഞാൻ പോയി വിളിച്ചോണ്ടുവരാം സാറേ. വേണ്ടാ, തയ്യാറിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്തേച്ചാ മതി. ദൈവത്തെ വിചാരിച്ചാക്കണം പറയില്ല സാറേ. ഇന്ന് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? സാറേ എങ്കിലും ആ കാത്തു നിൽക്കാത്. ബസ് സ്റ്റോപ്പും പലചരക്കടി ഒന്നും അല്ല, ജയിലാ. തള്ളങ്ങ് പൊയ്ക്കോ. കഴിക്കുന്നില്ലേ? കഴിക്കാം. ഇന്നലെ രാത്രി ഫാമിലിയെ പറ്റിയോ കുത്തി സംസാരിക്കുന്ന കേട്ടല്ലോ. എന്താ? പറയാൻ വിഷമമുള്ളതാണെങ്കിൽ വേണ്ട, ചോദിച്ചില്ലാന്ന് കരുതിക്കും. സോറി. പറഞ്ഞാലും പറയാണ്ടിരുന്നാലും ഒരുപോലെയാ. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. 7 ദിവസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ കേസും വേളോ. ഇവിടെ വന്നിട്ട് ഇപ്പം 2 ആഴ്ചയായി. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യ ഒരു തെമ്മാടി കടന്നു പിടിച്ചു. ഒറ്റയടിക്കവൻ താഴെ വീണു. അടുപ്പിലിരുന്ന് വിറകെടുത്ത് അവളും കണ്ടു കൊടുത്തു. മയങ്ങിക്കിടക്കുമെന്ന് കരുതി. കഴിവോടവൻ മരിക്കുമെന്നാരറിഞ്ഞു. പെട്ടെന്നുള്ളൊരു ആവേശമായിരുന്നു. പക്ഷെ അതിന്റെ ശിക്ഷ ഇത്ര കടുത്തതാവുമെന്ന് കരുതിയില്ല. അപ്പോ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയെ നോക്കാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും അല്ലേ? അവൾ വീട്ടിലുണ്ടായാലല്ലേ. പിന്നെ അവള് ഈ ജയിലിൽ തന്നെ, പെണ്ണുങ്ങളുടെ വാർഡില്. 2 പേരും ചേർന്ന് കരുതിക്കൂട്ടി കൊന്നതായിട്ടാണ് കേസ്. ഞങ്ങളുടെ വാദങ്ങൾ കോടതിയിൽ ആര് കേൾക്കാനാ? മരിച്ചുപോയതിന്റെ ചേട്ടൻ ഭരണകക്ഷിയിലെ പെരും പുള്ളിയല്ലേ. കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ചത്തുപോകുമെന്ന് കരുതിയുമില്ല. ശിക്ഷ ഒപ്പമായിരുന്നു. 8 വർഷം ആയിരിക്കും. നിങ്ങൾ
ഒന്ന് കാണാൻ ഒരു 10 മിനിറ്റ്, അതും അവന്മാരുടെ മുമ്പിൽ വെച്ച്. കഷ്ടം. ഇതിന്റെ രണ്ടിലൊന്നും അറിയാൻ ഈ രാഘവൻ താഴെ ഇറങ്ങിയല്ലടാ. കാക്കിക്കകത്ത് കയറുമ്പോ നിനക്കൊക്കെ കൊമ്പ് മുളയ്ക്കുമ്പോടാ. അമ്മയും പെങ്ങന്മാരും മക്കളൊന്നും ഇല്ലാണ്ടാവുമോ? 19 മൈൽ എന്റെ അമ്മ ബസ്സിലിരുന്ന് വന്നതാ എന്നെ കാണാൻ, അതും ഈ വയസ്സുകാലത്ത്. കാണാൻ പറ്റില്ലെന്ന് പറയുന്നത് എവിടുത്തെ നിയമമാടാ? ഞാൻ നിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് കഴുകിക്കൊണ്ടിരുന്ന അവിടെ ഒന്നും പറയണ്ടല്ലേടാ. നീ ചുമ്മാ കിടന്ന് വായിട്ടല്ലേ കഴുകി താഴോട്ട് ഇറങ്ങി വരാനാകുമോ? വരികയിലടാ കഴിവടാ മോനെ. കാത്തു നിന്നോളാന്ന് എന്റെ അമ്മ പറഞ്ഞില്ലേ? എന്റെ അമ്മ എന്നെ കാണുന്നതിനെക്കാട്ടിലും നിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നതും നിന്റെ ഭാര്യയുടെ അടിപ്പാവട കഴിയുന്നതാണല്ലേടാ നിനക്കൊക്കെ ആവശ്യം. കൊല്ലം കുറയായി ഞാൻ ഈ ചവിട്ടും തൊഴിയും കൊള്ളുന്നു. തീരുമാനമായിട്ട് മതി ഇനി കാര്യം. പല പ്രാവശ്യം നീ തീരുമാനം എടുത്തതല്ലേടാ രാഘവ. വേഷം കെട്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങി വേടാ. മനസ്സില്ല. എന്തെങ്കിലും നിസ്സാര കാരണം മതി, അപ്പ തുടങ്ങും മോളിൽ കയറി സമരം. കുറെ കഴിയുമ്പോൾ താനെ ഇറങ്ങും, ഇല്ലെങ്കിൽ അവന്മാര് പിടിച്ചിറക്കും. രാഘവ, വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കരുത്. ഇറങ്ങി വേണേ. തന്റെ തള്ളകളെ തന്നെ കാണാൻ വന്നിരുന്നെങ്കിൽ അപ്പോഴറിഞ്ഞിരുന്ന താൻ അതിന്റെ ദണ്ണം. ഇറങ്ങി വരാൻ മനസ്സിലെന്ന് പറഞ്ഞില്ലേടാ. ആദ്യം സമാധാനം പറയും. ഇന്നലത്തെ പറഞ്ഞ് വാങ്ങിക്കെടുത്തു. ഇത്തവണ രാവൻ രണ്ടും കൽപ്പിച്ചേച്ചാ. ഇറങ്ങി വരാൻ. താനല്ല തന്റെ മുകളെല്ലാം വലിയ തമ്പുരാൻ വന്നാൽ ഞാൻ ഇറങ്ങില്ലടാ. ആദ്യം സമാധാനം പറയടാ. ഞാൻ അങ്ങോട്ട് കയറി വരും. അപ്പച്ചാടി ഞാൻ താഴേക്ക്. ഈ താഴേക്ക് ആടിയ എന്റെ മേലല്ലേ നോക്കുന്നത്. വരട്ടാടാ, ഇറങ്ങി വരാൻ. എടാ പൊളം. ആഹാ, എന്നാ നിന്നെ ഇറക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ വച്ചതാ. എടാ കേരളെന്ന് പറഞ്ഞു കേട്ടില്ലേടാ? എടാ വേണ്ട, എടാ കേറണ്ട. കേറണ്ടല്ലേ പറഞ്ഞത്? എടാ കേറണ്ടടാ. എടാ കേറണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ ഞാൻ ചാടും. ഒന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. ശവം വീട്ടിലെത്തിക്കുമോ അതോ ഇവിടെ ദഹിപ്പിക്കുമോ? വെട്ടിക്കേറിയത് വീട്ടുകാർ കാണുന്നതിലും ഭേദം ഇവിടെ ദഹിപ്പിക്കുന്നതാണ് നല്ലത്. ഈ കാട്ടാളന്മാർ എന്ത് ചെയ്യുമോ എന്തോ. ബാലനെ കാണാനായി പുറപ്പെടുമ്പോൾ തുളസി കണ്ണീരോടുകൂടി ചോദിച്ചു എപ്പോൾ തിരിച്ചു വരുമെന്ന്. ഞാൻ പറഞ്ഞു 3-ാം ദിവസമെന്ന്. ഇനിയും ആ ദിവസമായിട്ടില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലാണ് വയ്യ അത് ഓർക്കാൻ കൂടി. തുളസിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ ധൈര്യമില്ല. സുഖമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എനിക്ക് വേണ്ട മോളെ, ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഇത്രയും വർഷങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടുമെന്ന് ഓർക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ദുഃഖങ്ങൾ കടിച്ചമർത്തി കഴിയുന്നവരാണ് പലരും എന്നത് മാത്രമാണ് ഒരു ആശ്വാസം. ഓട്ടെ, വിധിയെ പഠിച്ചിട്ട് എന്ത് കാര്യം? മാസത്തിലൊരിക്കൽ എന്നെ വന്ന് കാണാം. 10 മിനിറ്റ് അനുവദിക്കും. തുളസി വരുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിനി. നിർത്തട്ടെ. എന്റെ സ്നേഹാന്വേഷണങ്ങൾ അച്ഛനെ അറിയിക്കുക. തുളസിയുടെ ഉണ്ണിയ.